നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE നടുക്കി ആ ദുരന്ത വാർത്ത. UAEയിലെ ഫുജൈറയിലുണ്ടായ വാഹനാപകടത്തിൽ പിതാവും മകനും തൽക്ഷണം മരിച്ചു. ശനിയാഴ്ചയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ റോഡിലൂടെ അമിത വേഗത്തിലെത്തിയ ഒരു വാഹനം പിതാവും മകനും സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയാണ് ചെയ്തത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനം മറിയുകയും സംഭവസ്ഥലത്ത് തന്നെ പിതാവും മകനും മരിക്കുകയുമാണ് ചെയ്തത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചയാൾക്ക് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റിരുന്നു. ഇയാളെ ചികിത്സയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ നേരത്തെ ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. 53-കാരനായ പിതാവിന്റെ കാർ വർക്ക്ഷോപ്പിലായതിനാൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ഈ 23-കാരനായ മകൻ. ഈ സമയത്താണ് അപകടമുണ്ടായതെന്ന് മരണപ്പെട്ടവരുടെ കുടുംബം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ വിവരം ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ് പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ ലഭിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു വേണം വാഹനം ഓടിക്കാനെന്ന് ഫുജൈറ പോലീസ് ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ വാഹനാപകടത്തിൽ കൗമാരക്കാരായ 2 പേർ മരണപ്പെട്ടിരുന്നു. 3 പേർക്ക് പരിക്കേറ്റു. സ്വദേശികളാണിവർ എല്ലാവരും. ഷാർജ സെൻട്രൽ റീജിയനിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് വെളിപ്പെടുത്തി. അൽമദാം പ്രദേശത്താണ് അപകടമുണ്ടായത്. 14 16 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അപകടത്തിൽ മരിച്ചത്. വാഹനം ഓടിച്ചവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാത്രി 12 മണിക്കാണ് പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ അപകട വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് പെട്രോൾ സംഘവും ആംബുലൻസും സ്ഥലത്തെത്തി ഇവരെ അൽദ്വൈദ് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് പരിക്കേറ്റവരിൽ 2 പേരെ റാഷിദ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. മരണപ്പെട്ട 2 പേരെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലൈസൻസ് ഇല്ലാതെ കുട്ടികളെ വാഹനം ഓടിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ഷാർജ പോലീസ് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.